2026 ഫിഫ വേൾഡ് കപ്പ് പ്രെഡിക്ഷൻ എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഇന്നലെ പോർച്ചുഗൽ അതേമാതിരി പോർച്ചുഗലിനെയും സ്പെയിൻ്റെയും കളി കഴിഞ്ഞ് പിന്നെ അതിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് അഭിപ്രായങ്ങൾ കാര്യങ്ങൾ നിങ്ങളെ അഭിപ്രായം. ഇന്നലെ നമ്മൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു, കാര്യങ്ങൾ സംസാരിച്ചു, കളിനെ കുറിച്ച് നിലവാരം, പോർച്ചുഗലിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാവും, സ്കോർ പ്രഡിക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ബോഡ്കാസ്റ്റിൽ പറഞ്ഞു വെച്ചത് എന്താ വെച്ചാൽ പോർച്ചുഗൽ സ്പെയിന് ഇന്നലെ രാത്രി 12:30 ഒരു കളിയായിരുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ പോർച്ചുഗലായിട്ടും സ്പെയിനായിട്ടും കളിച്ചിട്ടുണ്ട്, എന്താണ് സ്കോറായിരുന്നു 1-0 ആയിട്ടാണ് നമുക്ക് വന്നത്. പോർച്ചുഗൽ റൊണാൾഡോ ലാസ്റ്റ് വേൾഡ് കപ്പ് പടിയിറങ്ങി. ഫുട്ബോളിൽ നിന്നല്ല, വേൾഡ് കപ്പ് ഇനിയില്ല റൊണാൾഡോക്ക് എന്നാണ് എന്താ പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് ഇന്നലത്തെ കളിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളൊക്കെ അഭിപ്രായം, കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു, കളി എങ്ങനെയായിരുന്നു, കളീൻ്റെ നിലവാരം എവിടെയാണ് നമുക്ക് പാളിയത്? എന്താ വെച്ചാൽ പോർച്ചുഗൽ ഇപ്പോൾ ടോട്ടൽ 4 കളി കളിച്ചു, 3 ഗ്രൂപ്പ് സ്റ്റേജും ഒരു നോക്കൗട്ടും. ഇത് വെച്ച് നോക്കുമ്പോൾ പോർച്ചുഗൽ ഏറ്റവും നല്ലൊരു കളി തന്നെയായിരുന്നു ഇന്നലെ കാഴ്ചവെച്ചത്. എല്ലാ പ്ലേയേഴ്സും ഫുൾ എഫേർട്ട് ഇട്ടാണ്. ഇതിപ്പോൾ ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് നമുക്ക് അവസാനം ആ ഗോള് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വരാല് നമ്മുടെ ലെഫ്റ്റ് വിങ്ങിലായ ന്യൂനോ മെൻഡസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. 67 മിനിറ്റ് നല്ല പെർഫോമൻസ്. ന്യൂനോ മെൻഡസ് ഉണ്ടായതുകൊണ്ട് അത്രയും ടൈം എമാല് ഒതുങ്ങി. ന്യൂനോ മെൻഡസിന്റെ പോക്കറ്റിലായി എമാല് അത്രയും നേരം. എന്നാലും അതിന്റെ ഇടയിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കണ്. അല്ല, ചാൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. ലോങ് ബോള് നമ്മള് ബാസില് കണ്ടൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ബാസില് എമാല് എടുത്തൊരു അതേമാതിരി ബോക്സിന്റെ ഈ സെക്കൻഡ് ബോക്സിന്റെ ചാൻസ് ഇന്നലെ പിന്നെ പോർച്ചുഗലിന് പാളി എന്താ വെച്ചാല് പോർച്ചുഗല് അറ്റാക്കിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ബോക്സിലെത്തുമ്പോൾ പിന്നും ഡിഫൻസിക്ക് കളിക്കുകയാണ്, മേലേക്ക് കളിക്കണം, ഗോൾ സ്കോർ ചെയ്യണം എന്നുള്ളൊരു ചിന്ത രണ്ട് ടീമിലും ഇന്നലെ 90 മിനിറ്റ് ആവോളം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു ഹാഫിൽ കിടന്ന് കളിക്കുന്ന, സെൻട്രൽ കിടന്ന് ഇങ്ങനെ ഹാഫ് ഇങ്ങനെ കളിക്കുകയാണ് ഇന്നലെ പോർച്ചുഗൽ ആയാലും സ്പെയിൻ ആയാലും. അപ്പോൾ ഇന്നലത്തെ കളി അങ്ങനെ നമ്മളെ അണ്ണൻ അറിയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുവെച്ചാൽ ഇന്നലെ ലാസ്റ്റ് വേൾഡ് കപ്പ് കളിച്ച് ഇന്നലെ പടിയിറങ്ങി. അതേപോലെ നെയ്മർ 2 ദിവസം മുമ്പ് അത് കഴിഞ്ഞ്. ഇനിയിപ്പോൾ പോർച്ചുഗലിനെ കുറിച്ച് പറയണത് അങ്ങനെ. പിന്നെ ഇന്ന് രാവിലെ 5:30 നമ്മൾ ബെൽജിയം USA കളി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മെയിനായിട്ട് ഫുൾ ആധിപത്യം ബെൽജിയത്തിന് തന്നെയായിരുന്നു. ബെൽജിയം നല്ലൊരു കളിയാണ് ഇന്ന് കളിച്ചിരിക്കുന്നത്. USA ബെൽജിയത്തില് ഒരു മികച്ച മിഡ്ഫീൽഡർ ഡി ബ്രൂയിനെ കളി കളിച്ച് ഫുൾ ടൈം കളിച്ചിട്ടില്ല, ഫുൾ സബ് ആയിരുന്നു. എങ്കിൽ പോലും ഒരു 4 ഗോൾ സ്കോർ ചെയ്തു. ഇന്നലത്തെ പ്രഡിക്ഷൻ പോലെ തന്നെ അവർക്കൊരു കോൺഫിഡൻസ് വന്നിപ്പോ. ഇന്നലത്തെ പ്രഡിക്ഷൻ പോലെ തന്നെ ബെൽജിയം ജയിക്കുന്നുള്ളത്. പോർച്ചുഗലും ഫ്രാൻസിന്റെ ഇതിലാണ് പോയത്. സ്പെയിൻ്റെ ഇതിലോ പോർച്ചുഗൽ സ്പെയിൻ്റെ ഇതിലാണ് കളിന്റെ തന്നെ മാറ്റിയത്. പിന്നെന്താ വെച്ചാല് സ്പെയിൻ ഇത്രയും കളിച്ച കളി വെച്ച് നോക്കുമ്പോൾ സ്പെയിന്റെ ബാഡ് പെർഫോമൻസ് ആയിരുന്നു. സ്പെയിൻ ഇതിനു മുന്നേ ഓസ്ട്രേലിയക്കെതിരെ കളിച്ച കളിയൊക്കെ നല്ല കളിയായിരുന്നു. എമാല് റൈറ്റ് വിങ്ങിലായാലും കുക്കറിലെ ലെഫ്റ്റ് വിങ്ങിലായാലും അടിപൊളി കളി. ഓവർലാപ്പിന് പോയിട്ട് ഇന്നലെ എന്താ വെച്ചാല് സ്പെയിൻ എന്താ വെച്ചാൽ ഇന്നലെ മിനി ഭാഷ ഇന്നലെ സ്പെയിൻ ക്രിയേറ്റ് ചെയ്തോളാം. നല്ലൊരു ഭാഷ ടീമായിട്ട് വന്നിട്ട് നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു രീതിയിൽ കളിച്ച് നല്ല ടച്ച് ഉണ്ടായിരുന്നു അവർ തമ്മിൽ. ഇന്നലെ റൊണാൾഡോക്ക് ആണെങ്കിൽ ഫസ്റ്റ് ബോക്സിൻ്റെ അവിടെ നിന്ന് നല്ലൊരു ചാൻസ് കിട്ടി. പിന്നെ അതുപോലെ ഒരുപാട് ചാൻസ് സ്പെയിൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതേമാതിരിക്ക് നല്ല പറയാൻ മാത്രം അങ്ങനെ ചാൻസ് ക്രിയേറ്റ് ഇല്ല. ആകെ വന്ന് യമാലിന്റെ ഷോട്ട്, പിന്നെ റീബൗണ്ട് അലക്സ് ബെയിനെ, നല്ല ക്രിയേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഓഫ് സൈഡ് ബോൾ ഉണ്ടായിരുന്നു. കളി മുഴുവനും പറഞ്ഞാൽ സ്പെയിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ചാൻസ് മുതലാക്കിയിട്ടില്ല, ആരും മുതലാക്കിയില്ല ചാൻസ്. കാര്യം വെച്ച് നോക്കുമ്പോൾ ആ ഗോള് സ്കോഡിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ സ്പെയിന്റെ കാര്യം എത്ര അടിപൊളിയാണ്. പോർച്ചുഗൽ നമ്പറാണ് സ്കോർ ചെയ്യുന്നത് ഇപ്രാവശ്യം ഫിഫ വേൾഡ് കപ്പിൽ. ലോകത്തിലെ ഏറ്റവും മികച്ച ടീം ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർച്ചുഗൽ ഇപ്രാവശ്യം നമുക്ക് പറയാനുണ്ടായി. കോർഡിനേഷൻ ചെയ്യാത്ത ഒറ്റ പ്രശ്നം കൊണ്ടാണ് പോയതെന്നാണ് നമ്മളൊക്കെ ഒരു അഭിപ്രായം. അതൊക്കെ ഇന്നലെ പോർച്ചുഗല്, സ്പെയിന്, പിന്നെ അതേമാതിരിക്ക് സ്പെയിന് ക്വാർട്ടർ ഫൈനലിലേക്ക് പോയി. ബെൽജിയം USA ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ
ഇനിയിപ്പോ ഇന്നാണ് പ്രീ ക്വാർട്ടറിന്റെ ലാസ്റ്റ് ദിവസം. എന്താ വെച്ചാല് ഇന്ന് ഇവരെല്ലാരും കാത്തിരിക്കണ മെസ്സിന്റെ കളി വരുന്നത്. മെസ്സിന്റെ കളി അതായത് എന്താ വെച്ചാൽ ബ്രസീൽ പുറത്തുപോയി, പോർച്ചുഗൽ പുറത്തുപോയി, ഇനി എല്ലാവരും ബ്രാച്ചുഗൽ ഫാൻസ് ആയാലും ഈജിപ്തിന് നല്ല ഫാൻസ്. ഇന്ന് 9:30 നമുക്ക് പ്രീ ക്വാർട്ടറിലെ സെക്കൻഡ് ലാസ്റ്റ് മത്സരം വരുന്നത്. പിന്നെ അതൊരു 1:30 ഒരു മത്സരം ഉണ്ട്. അപ്പോൾ 9:30 ഈജിപ്ത് ആൻഡ് അർജന്റീന മത്സരത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഷിബിലി? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അർജന്റീന എന്തായാലും ജയിക്കും. എന്താ പക്ഷെ കുറെ തോൽവിയും ഇതിൽ നിന്നും കടന്നു വരുന്ന ഒരു ടീമായതുകൊണ്ട് നമ്മൾ ആ ടീമിന്റെ ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷെ ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു പണ്ടത്തെ പോലെയല്ല അർജന്റീന ഉള്ളത്, കുറെ മാറ്റങ്ങളുണ്ട്, സ്ക്വാഡിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ആ കോർഡിനേഷനിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇത്രയും കോർഡിനേഷൻ ഉള്ള ഒരു ടീം ഞാൻ ഈ വേൾഡ് കപ്പിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു പ്ലെയറിന് വേണ്ടിയിട്ട് എല്ലാവരും കളിക്കണ ഒരു ടീമിനെ ഞാൻ കണ്ടിട്ടില്ല. എന്താ പറയാ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്താ അവസ്ഥ? കോർഡിനേഷൻ കാര്യത്തിൽ പറഞ്ഞപ്പോ ഫ്രാൻസ് കോർഡിനേഷൻ ഉണ്ട്, എംബാപ്പെ വേണ്ടിയിട്ടാണ് അവർ കളിക്കുന്നത്. പോലീസ് ആയാലും ഡെമ്പലെ ആയാലും എല്ലാവരും എംബാപ്പക്ക് വേണ്ടിയിട്ടല്ല ഒരിക്കലും കളിക്കാൻ. പിന്നെ ഓരോ ടീമിലേക്ക് മെസ്സിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ടീമിനും എല്ലാവർക്കും വേണ്ടി. ഇത് മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ്. മെസ്സിന്റെ പറഞ്ഞ അർജന്റീന ബോള് കളി ക്രിയേറ്റ് ചെയ്യുന്നത് മെസ്സിയാണ് വിങ്ങില്. പക്ഷെ മറിച്ചല്ല എംബാപ്പയുടെ സ്ട്രൈക്കറാണ്. പക്ഷെ അതല്ല, അതേമാതിരി കുറെ വാർത്തകൾ നമ്മൾ കേട്ട് 2022 മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക അർജന്റീനക്ക് മെസ്സിക്ക് വേണ്ടിയിട്ട് കളിക്കണെന്ന് പ്ലേയേഴ്സ്. അങ്ങനെയാണ് എങ്കിലും അങ്ങനെ തന്നെയാണ് കളി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഉണ്ട്, പക്ഷെ കളി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എല്ലാ കളിയിലും നമുക്ക് അത് കാണിച്ചു തരുന്നുണ്ട്. ഓരോ കളിയിലും അത് നമുക്ക് കാണുന്നതാണ്. ഫാൻസോട് പറഞ്ഞതോ അതല്ല. വിഷയം എന്താ വെച്ചാല് നമുക്ക് ഇന്നിപ്പോ 9:30 ഈജിപ്ത് ഷലാന്റെ ലാസ്റ്റ് അല്ലെങ്കിൽ മെസ്സിന്റെ ലാസ്റ്റ് എന്നുള്ളൊരു മത്സരമാണ് നമുക്കിന്ന് കാണാനുള്ളത്. അപ്പോൾ എന്തായിരിക്കും മത്സരത്തിനെ കുറിച്ചിട്ട് എന്തായിരിക്കും, എങ്ങനെ ആകും മത്സരം, ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയൊക്കെ ആധിപത്യം ഫുള്ള് അർജന്റീനയിലേക്ക് ഉണ്ടാവും. അപ്പൊ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ കഴിഞ്ഞ വട്ടം പറയാൻ കഴിഞ്ഞ മാച്ചിൽ പറയാൻ എല്ലാ ആധിപത്യം അർജന്റീനക്കെതിരെ കപ്പവർദ്ധക്കെതിരെ അതിനെ പറഞ്ഞു. നമ്മള് ചെറിയ ടീമിനെ ചെറിയ ടീമിനെ വിലയിരുത്തി കാണില്ല. കഴിഞ്ഞ കളി വിലയിരുത്തി കണ്ടിട്ടാണ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കിയ കളിയായാലും. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം 2022 എല്ലാ കളിയിലും ടെൻഷൻ അടിച്ചിട്ടാണ് ഞങ്ങൾ അന്നത്തെ കളി ഞങ്ങൾ കപ്പടിച്ചിട്ടുള്ളത്. മെക്സിക്കോ നെറ്റ്, ഓസ്ട്രേലിയ നെറ്റ്, നെതർലാൻഡ് നെറ്റ്, ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ച കളി. ഞാൻ പറയാം, നെതർലാൻഡിനെതിരെ അവസാനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയ 2 ഗോൾ ഞങ്ങൾ ടെൻഷൻ അടിക്കാത്തൊരു കളി ഉണ്ട് ക്രൊയേഷ്യ നെറ്റ്. അത് കഴിഞ്ഞ 2018 ഒരു അടിച്ച് തിരിച്ചടി ആയിട്ട് ഞങ്ങൾ കൊടുത്തേ അല്ലേ? അതേമാതിരിക്കല്ല. എന്താ വെച്ചാല് ഇന്നിപ്പോ നടക്കാൻ പോണത് എന്താ വെച്ചാല് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് നമുക്ക് പറഞ്ഞു 48 ടീം വെച്ചിട്ട് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണ് എല്ലാ ടീമിനും കളിക്കുന്നത്. ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ്. അല്ലപ്പോൾ ആരും ഇപ്പോൾ റൗണ്ട് ഓഫ് 16ക്കും 32ക്കും ഒന്നും എത്തിപ്പെടില്ല. ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞിട്ട് നല്ല നല്ല ടീമുകളൊക്കെ പുറത്തു പോയി. നമ്മൾ വിചാരിച്ചതിന് നല്ല നല്ല ടീമുകൾ ഇപ്പോൾ പുതിയ ആയിട്ടുള്ള നല്ല ടീമുകളാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതും കളി നിയന്ത്രിക്കുന്നതും ഒക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ടീമിനെയും കുറച്ച് കാണാൻ പറ്റില്ല. ഈജിപ്ത് ചെറിയ ടീമാണ്, അങ്ങനെയൊന്നുമില്ല. ഈജിപ്ത് നല്ലൊരു ടീമിന് സ്ക്വാഡ് ഉണ്ട്, നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അർജന്റീനയായിട്ട് റൗണ്ട് ഓഫ് 16ക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ ജയിച്ചാലാണ് ക്വാർട്ടർ ഫൈനൽ എന്നുള്ളൊരു ഘട്ടത്തിലേക്ക്. രണ്ട് ടീമും അതിൻ്റെതായ എഫേർട്ട് ഇന്നത്തെ കളിയിൽ ഇടും. അവസാന മാച്ച് ആയതുകൊണ്ട് നിർണായക മത്സരമാണ്. ഈജിപ്തിന് ഫുൾ എഫേർട്ട് എടുക്കും, അർജന്റീന ഫുൾ എഫേർട്ട് എടുക്കും. നമുക്ക് കളി പക്ഷെ ഇതിലൊരു ഇതെന്താ വെച്ചാൽ എല്ലാരും നെയ്മർ പോയി, ബ്രസീൽ റൊണാൾഡോ പോയി, എല്ലാരും ഒരാളെ തോൽവി കാണാനും വേണ്ടിയിട്ട് മാത്രമാണ് ഇതിൽ കളി കാണുന്നതെന്ന് എല്ലാ ഫാൻസുകൾക്കും എല്ലാവർക്കും അറിയാം. അതാണ് ഫസ്റ്റ് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ വ്യൂ ഉണ്ടാവണ റെക്കോർഡ് ഉണ്ടാവണ കളി ഇതാവുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഇതുവരെ വേൾഡ് കപ്പ് ഈ പ്രാവശ്യം നടന്നതിൽ ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള കളി കേപ്പ് വെർഡെ അർജന്റീന. അതെന്തുകൊണ്ട് മറ്റുള്ള കളി ഫ്രാൻസ് ഇവരൊക്കെ കളി നടന്നിക്കണ്. പക്ഷെ ഇതുവരെ മൊറോക്കി കാനഡ കളിച്ച് പടുത്ത് കളിച്ച് അതിലൊന്നും വരാത്ത, ഇപ്പൊ ബ്രസീലും ജപ്പാനും കളിച്ച് അതിലൊന്നും വരാത്ത, അന്ന് നല്ല ആരുണ്ടായിക്കണ്. ബ്രസീൽ തോൽക്കണമെന്ന് വിചാരിച്ചാണ് കുറെ ആൾക്കാർ കണ്ടിക്കണ്. ഈ അർജന്റീന ഫാൻസ് പോർച്ചുഗൽ ഏത് ഫാൻസ് ആയാലും കണ്ടിക്കണ്. പക്ഷെ അതൊക്കെ പോയിട്ട് ഇപ്പൊ വരുന്ന ലാസ്റ്റ് അർജന്റീനയാണ്. ഇതിലുണ്ടാവില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ ഇതിൽ കൂടുതലായിട്ട് ഉണ്ടാവും. ഇപ്പൊ ഇനി നടക്കാൻ പോണ കളി ഞാൻ പറഞ്ഞേ, ഇതില് വന്നൂടാ ഇല്ല. ഇനി വരുന്ന റെക്കോർഡുകളൊക്കെ തിരുത്താനുള്ള തന്നെയാണ്. പക്ഷെ വരൂ.
റെക്കോർഡ് എങ്ങനെ തിരുത്തപ്പെടും എന്താ വെച്ചാൽ ഇപ്പൊ ടോപ്പ് സ്കോറർ ആയിട്ട് ഫിഫ വേൾഡ് കപ്പില് ടോപ്പ് സ്കോറർ ആയിട്ട് 26 മെസ്സി ഉണ്ട് ടോപ്പില്. പിന്നെ അതേമാതിരി നമ്മൾ മൊത്തമായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ മെസ്സിയാണ് ടോപ്പില്. അതെങ്ങനെ ഷുവറാണ് എംബാപ്പെ മെസ്സിന്റെ കരിയറിൽ വേൾഡ് കപ്പിൽ കഴിഞ്ഞ കൊല്ലം 7 ഗോള്, ഈ കൊല്ലം ഇപ്പൊ 7 ഗോളായി. 4 മാച്ച് കഴിഞ്ഞിട്ടുള്ളൂ. മെസ്സിന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് എന്താണ് ഇപ്പോ മെസ്സി ഇപ്പോ ഈ കൊല്ലം വേൾഡ് കപ്പ് ഇപ്പൊ 4 കളി കളിച്ച് 3 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം, ഒരു 3 മാൻ ഓഫ് ദ മാച്ച് ഉണ്ട്, 3 മാൻ ഓഫ് ദ മാച്ച് ഉണ്ട്. അത് എല്ലാതും രൂപത്തിലാണ്, റേറ്റിംഗ് ഉണ്ട്, നല്ല അറിയിച്ച രൂപത്തിലാണ് കിട്ടിയെന്ന്. എല്ലാ കളിയിലും റേറ്റിംഗ് മെസ്സിക്ക് ഉണ്ട്. എല്ലാ കളിയിലും ഒരു കളിയിലും റേറ്റിംഗ് കുറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ഇപ്പോ ഫസ്റ്റത്തെ മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിലും നല്ല കളിച്ചിക്കണ്, ഹാട്രിക് അടിച്ചിക്കണ്. അൾജീരിയനെറ്റ് ഹാട്രിക് അടിച്ച്, രണ്ടാമത്തെ മത്സരം ഓസ്ട്രേലിയനെറ്റ് കളിച്ച്, ഫസ്റ്റ് ഒരു പെനാൽറ്റി മിസ്സാക്കിയപ്പോൾ പോലും ആ ഉള്ളിലൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ. ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റവും ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അത് നെയ്മറേക്കായും മെസ്സി തന്നെയാണ്. 4 കൊല്ലം ഫൈനലിൽ കയറിയിട്ട് അത്രയും വിമർശനങ്ങളും എല്ലാം കേട്ടിട്ടാണ് ഈ 2021 മുതൽ തിരിച്ചടി തുടങ്ങിയത്. അത് ഇതുവരെ ഒരു ക്ലബിലുള്ള അല്ലെങ്കിൽ ഒരു നാഷണൽ ടീമിനും അംഗീകരിക്കാൻ പറ്റിയിട്ട്, ഒരു ഫാൻസിനും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എന്താ പറയാൻ പറ്റില്ല. നമുക്ക് ഫുട്ബോളാണ് ഈ ഒരു പ്ലെയർ എപ്പോഴാ ഫോം ആവല് എപ്പോഴാ ഫോം ഔട്ട് ആവല് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഫോം അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. വിമർശകർ പറയണ്ടല്ലോ, ഇപ്പൊ റോബർട്ടോ ബാജിയോ ഇറ്റലിന്റെ കളിക്കാരൻ ഫൈനലില് പുറത്തേക്ക് പെനാൽറ്റി അടിച്ചു, കാരണമാണ് അന്ന് ഇറ്റലി പുറത്തായത്. അപ്പൊ സ്വന്തം ഫാൻസ് ആണ് വിമർശിച്ചത്. ഇത് സ്വന്തം ഫാൻസ് അല്ലല്ലോ വിമർശിക്കണം, മറ്റുള്ളവരല്ലേ. അതന്നെ പറഞ്ഞേ, വിമർശനങ്ങൾ അന്ന് മുതലേ ഏറ്റിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റുന്ന് വേറുള്ള ഫാൻസ് പറയും നെയ്മറാണെന്ന്. പക്ഷെ എല്ലാവർക്കും അറിയാം പരിക്കുകൾ കൊണ്ട് വേട്ടയാടിയിട്ട് അങ്ങനെ കരിയർ നഷ്ടപ്പെട്ട ഒരു പ്ലെയർ എന്നാണ് നെയ്മറിനെ കൂട്ടാൻ പറ്റുള്ളൂ. അല്ല ഓനക്ക് അങ്ങനെ കൂടുതൽ വിമർശനം ഏറ്റൊന്നും നെയ്മറിനില്ല. പക്ഷെ നല്ലൊരു പ്ലെയർ അല്ലേ. ഈ വിമർശനങ്ങൾ പറയുന്ന എല്ലാവർക്കും അറിയാം മെസ്സിക്കാണ് കൂടുതൽ ഏറ്റിക്കണെന്നില്ലേ. കപ്പില്ല, പിന്നെ അതുപോലെ അങ്ങനെയൊക്കെ 2021 വരെ ഇല്ല എന്ന് പറഞ്ഞ ഒരു ടീം 2026 4 ട്രോഫീസ് എടുത്ത് ഇതൊക്കെ നേടിക്കൊടുത്തത് മെസ്സി തന്നെയാണ്. ഇതിൽ ഇനിയിപ്പോ ഒരു ഗോട്ട് ഡിബേറ്റ് ഉണ്ടോ എന്നൊക്കെ അറിയില്ല. അത് എന്തുകൊണ്ട് നിങ്ങൾ ഗോട്ട് ഡിബേറ്റ് പറയണേ? ഗോട്ട് ഡിബേറ്റ് ഞാൻ പറഞ്ഞുതരാം. മെസ്സിക്കാലും റൊണാൾഡോയിലും വ്യത്യസ്ത റെക്കോർഡുകളാണ്. വ്യത്യസ്ത നിങ്ങൾ പറഞ്ഞത് എന്തെയ്യുന്നോ, വേൾഡ് കപ്പ് ഇല്ലാത്തോണ്ട്. വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ഒരു ഗോട്ട് ഡിബേറ്റ് അത് മനസ്സിലാക്കി. മെസ്സിക്കാലും റൊണാൾഡോക്കാലും 2 വ്യത്യസ്തമായ റെക്കോർഡുകളാണ് ഉള്ളത്. മെസ്സിക്ക് ഇല്ലാത്ത റെക്കോർഡ് റൊണാൾഡോക്ക് ഇല്ലാത്ത റെക്കോർഡ്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, റൊണാൾഡോ കളി തുടങ്ങി 2 വർഷം കഴിഞ്ഞിട്ടാണ് മെസ്സി തുടങ്ങുന്നത്. എത്ര ട്രോഫി ഡിഫറൻസ് ഉണ്ട് മെസ്സിയും റൊണാൾഡോ തമ്മിൽ? ഞാൻ പറയട്ടെ, 2021 യൂറോപ്പ് വിട്ട റൊണാൾഡോ അത് കഴിഞ്ഞിട്ട് മെസ്സി 2 കൊല്ലം യൂറോപ്പ് കളിച്ചിരിക്കണേ. 2023 PSG മെസ്സി ഇന്റർ മിയാമിക്ക് പോണത്. 2 കൊല്ലം യൂറോപ്പ് കളിച്ചു. അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് സ്കോറർ എന്താ മെസ്സി കടക്കാത്തത്? മെസ്സി കടക്കണില്ല, അതന്നെ പറഞ്ഞേ. അതന്നെ പറഞ്ഞ രണ്ടാൾക്കും വ്യത്യസ്തമായ റെക്കോർഡുകളുണ്ട്. മെസ്സിക്ക് ഇല്ലാത്ത റെക്കോർഡ് റൊണാൾഡോക്ക് ഉണ്ട്, റൊണാൾഡോക്ക് ഇല്ലാത്ത റെക്കോർഡ് മെസ്സിക്കും ഉണ്ട്. ഗോട്ടിൽ ഒരിക്കലും ചാമ്പ്യൻസ് ലീഗ് കിട്ടൂല. പിന്നെ എന്ത് ചാമ്പ്യൻസ് ലീഗ്? ഞാൻ അതാ ചോദിക്കണേ. ഏറ്റവും കൂടുതൽ അവാർഡ്സ് നിരത്തി വെച്ചാൽ റൊണാൾഡോനൊക്കെ ഏറ്റവും കൂടുതൽ ആർക്കാളേ? ഇൻഡിവിജ്വൽ അവാർഡ് എത്ര ആർക്കാളേ? ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ ഗോട്ടിന് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കണേ. ആ ഇൻഡിവിജ്വൽ അവാർഡ്സ് നിരത്തി വെച്ചാൽ ഏറ്റവും കൂടുതൽ ആർക്കാളേ? എന്ത് റോബറിക്ക് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ 2023 മെസ്സിക്ക് ബാലൻഡിയർ കിട്ടാറുള്ളത് ആ വേൾഡ് കപ്പ് എടുത്തോട്ടെ. 2010 വേൾഡ് കപ്പ് സ്പെയിന് അന്നത്തെ മികച്ച പെർഫോമൻസ് മികച്ച പെർഫോമൻസ് ആയിരുന്നു ഇനിയസ്റ്റ. വേൾഡ് കപ്പിൽ മാൻ ഓഫ് ദ മാച്ച്, വേൾഡ് കപ്പിൽ ഗോൾ അടിച്ച ഇനിയസ്റ്റ, എല്ലാ ട്രോഫീസും. ഈ 2022 മുതൽ മാൻ ഓഫ് ദ മാച്ച് തെരഞ്ഞെടുക്കണം എങ്ങനെയാണ്? വോട്ടിംഗ് ആണ്. ഓരോ സമയത്തും നിയമങ്ങൾ മാറലുണ്ട് ഫുട്ബോളിൽ. ആ നിയമത്തിനനുസരിച്ചാണെങ്കിലും ബാലൻഡിയർ കൊടുക്കണം അല്ലേ? അപ്പൊ ആ നിയമത്തിനനുസരിച്ചുള്ള കളിയാണ് ഓരോ അത് കൊടുക്കും. ആണെങ്കിലും എന്ത് നിയമം അന്നത്തെ 2010 അവന്റെ പീക്ക് ടൈമാണ്, ഓൻ ആയി വരുന്ന ടൈം. 2012 ഗോൾ കോൺട്രിബ്യൂഷനും ഗോളും ഗോൾ കോൺട്രിബ്യൂഷനും ഗോളും മാത്രം നോക്കുന്നുള്ളൂ. അതല്ല, അച്ചീവ്മെന്റ്സ് വെക്കും, മാൻ ഓഫ് ദ മാച്ച് വെക്കും. അതൊന്നുമില്ലല്ലോ. അന്ന് മെസ്സി ഇനിയസ്റ്റ ഒരേ ക്ലബിലെ കളിച്ചിരുന്നത്. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പറഞ്ഞു 2022 വേൾഡ് കപ്പില് മെസ്സിക്ക് ഗോൾഡൻ ബോട്ട് ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് അന്നത്തെ ഇതില് മെസ്സിക്കാണ്. അന്നത്തെ അതും നിങ്ങൾ പറഞ്ഞിരിക്കണ് റോബറാണ്, ഇത് സഹായങ്ങളാണ് ഫാൻസുകള്. അല്ല എന്താ പറയുന്നത്, ഫാൻസുകൾ
പിന്നെ അതേമാതിരിയുള്ള കാര്യങ്ങളാണ് കുറെ. ഞാൻ പറയട്ടെ, നമ്മളെന്താ വെച്ചാല് നമ്മള് ഇപ്പോൾ നെയ്മർ, റൊണാൾഡോ, മെസ്സി, നമ്മള് ഇവരെ കാലഘട്ടത്തിൽ നമ്മൾ ഫുട്ബോൾ കണ്ട് വന്നവരാണ്. ഞാൻ ഈ ഇപ്പോൾ ഒരു താരത്തിനെ കണ്ടിട്ട് ഫുട്ബോൾ ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു താരത്തിനെ കണ്ടിട്ടാണ് ഫുട്ബോൾ ഇഷ്ടപ്പെട്ടത്. മൂന്നാള് നമ്മളിപ്പോൾ മെയിനായിട്ട് നോക്കുകയാണ്, മൂന്നാള് നെയ്മർ, മെസ്സി, റൊണാൾഡോ. ഇവർ മൂന്നാള് 3 വ്യത്യസ്ത കളിക്കാരാണ്. നെയ്മർ സ്കില്ലുകൊണ്ട് കളിക്കണേ, റൊണാൾഡോ ഫിനിഷറാണ്, നല്ലൊരു അറ്റാക്കിങ് ഒരു സ്ട്രൈക്കറാണ്. പിന്നെ അതേമാതിരിയുള്ള മെസ്സിൻ്റെ ശൈലി വേറെയാണ്. അപ്പോൾ 3 തരാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ജനങ്ങൾ കയ്യിലെടുക്കുന്നത് ഇപ്പം നെയ്മർ ഒരു ബാലൻഡിയറിയോ ഗോൾഡൻ ബൂട്ടില്ല, ഒന്നുമില്ല പറയപ്പെടാൻ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു നെയ്മർ അത്രത്തോളം ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഏതൊരു ഫുട്ബോൾ കളിക്കാരൻ്റെ മനസ്സിലായാലും ഏതൊരു ഫുട്ബോൾ പ്രേമിൻ്റെ മനസ്സിലായാലും നെയ്മർക്ക് അത്രയും സ്ഥാനമുണ്ട്. അതേമാതിരിക്കാണ് ഇപ്പോൾ റൊണാൾഡോക്ക് ആയാലും റൊണാൾഡോന്റെ കളി ശൈലി വേറെയാണ്. പിന്നെ ഈ ഇടായിട്ട് കുറച്ച് ബാഡായിട്ടാണ് റൊണാൾഡോക്ക് വന്നിരുന്നത്. കുറച്ച് ബാക്ക് വന്നപ്പോൾ ഒരു 20ന്റെ ശേഷത്തൊക്കെയാണ് റൊണാൾഡോക്ക് പല നെഗറ്റീവ് വന്ന് തുടങ്ങിയത്. ഇപ്പൊ എന്തായാലും നമുക്ക് ഈ അർജന്റീന ഈജിപ്ത് അതിന്റെ പ്രഡിക്ഷനിലേക്ക് കടക്കുക. ഈജിപ്ത് അർജന്റീന പ്രഡിക്ഷൻ ഇന്ന് 9:30 കളി തുടങ്ങാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം 1:30 കൊളംബിയ സ്വിറ്റ്സർലാൻഡ് കളിയുണ്ട്. ഇന്നാണ് ലാസ്റ്റ് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ അവസാനിക്കുന്നത്. നാളെ മുതൽ ക്വാർട്ടർ ഫൈനൽ തുടങ്ങാണ്. അങ്ങനെ മത്സരങ്ങളാണ്. ഞാൻ പറഞ്ഞത് അർജന്റീന എന്തായാലും ഒരു 2-1, 2-0 മെസ്സി എന്തായാലും ഗോളടിക്കും. ഇന്ന് ജയിക്കും അർജന്റീന എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷനിൽ എന്തായിരിക്കും അവസ്ഥ? ഈജിപ്ത് അർജന്റീനക്കാരൻ കളി ഡോമിനേഷൻ ഫുള്ള് എങ്കിൽ പോലും 1-0 അർജന്റീന വിജയിക്കുന്നാണ് പറഞ്ഞത്. ഡോമിനേഷൻ ഫുള്ളുണ്ട്. അപ്പോൾ 1:30 ഈജിപ്ത് ഡിഫൻസ് സെറ്റ് ചെയ്യാൻ നോക്കുള്ളൂ. ഒരു മൈൻഡ് സെറ്റിലേക്ക് ഈജിപ്ത് ഇറങ്ങാം. അല്ലാതെ ഫുൾ അറ്റാക്കിങ്ങിലാകുമ്പോൾ കഴിഞ്ഞ കളി നമ്മൾ കാപ്പവർദ്ധനുള്ള അർജന്റീനയുടെ കളി എടുത്ത് നോക്കുകയാണെങ്കിൽ അർജന്റീനയുടെ എല്ലാ പൊസിഷനും അർജന്റീന ഒരു കളി ശ്രദ്ധിച്ചാൽ മതി. ഒരു സൈഡിലേക്ക് കാര്യം കളി വരില്ലേ, ഒരു സൈഡിൽ കളി വരുമ്പോൾ എങ്ങനെ പോലെ ഈ ലെഫ്റ്റ് സൈഡിൽ കളി വന്നിട്ട് കട്ട് ബാക്ക് വരലാണ് ബോള്. ആ കട്ട് ബാക്ക് ഫുള്ള് കഴിഞ്ഞ കളിക്ക് കാപ്പവർദ്ധനായിട്ടുള്ള കളിക്ക് നടന്നിട്ടില്ല. മെസ്സിക്ക് ആ കട്ട് ബാക്ക് ഒറ്റൊരു കട്ട് ബാക്ക് നല്ല വന്നിട്ടില്ല. മെസ്സിക്ക് പോയിട്ട് ഒരു പ്ലെയറിനും വന്നിട്ടില്ല. ഫുള്ള് കാപ്പവർദ്ധ പ്ലേയേഴ്സ് ഡിഫൻസ് എടുത്ത് കളിക്കുന്ന രംഗം നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഏത് രൂപത്തിലായിക്കാരം സ്കലോണി സെറ്റ് ഇടല്, അതേമാതിരിക്ക് സ്ഥലവും കൂട്ടരെ എങ്ങനെ വരലെന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫുട്ബോളാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിലാവും ഇന്നത്തെ കളി. പിന്നെ അതേമാതിരിക്ക് 1:30 കൊളംബിയ സ്വിറ്റ്സർലാൻഡ് ഉണ്ട്. അപ്പോൾ അവരെ കളി പറയുകയാണെങ്കിൽ എന്തേക്കാരം കൊളംബിയ നല്ലൊരു ടീമാണ്. കൊളംബിയ എന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ളത് കൊളംബിയനെ കുറിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ കൊളംബിയ ജയിച്ച് അർജന്റീന ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത അർജന്റീനയുടെ എതിരാളികൾ കൊളംബിയാണ്. അപ്പോൾ ഒന്ന് അർജന്റീന ഈജിപ്തിന്റെ മത്സരത്തിനെ കുറിച്ചിട്ട് സംസാരിച്ച്, പിന്നെ അതേമാതിരി കൊളംബിയ സ്വിറ്റ്സർലാൻഡ് മത്സരത്തിനെ കുറിച്ച് സംസാരിച്ച്. അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞത് എന്താണ്? അർജന്റീന ഇന്ന് കളിക്ക് ജയിക്കും എന്നാണ് പറയുന്നത്. അതേമാതിരി കൊളംബിയ ജയിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പിന്നെ സ്കോറ് കാര്യങ്ങൾ ഇന്ന് രാത്രി കൃത്യം ഇന്ത്യൻ സമയം 9:30 അർജന്റീന ഈജിപ്ത് മത്സരവും, പിന്നെ അതേമാതിരി മോർണിംഗ് 1:30 മണിക്ക് കൊളംബിയ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് മത്സരവും ഇന്ന് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കോറ് കാര്യങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.